കോവിഷീൽഡ് വാക്സിന്റെ പാർശ്വഫലങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. അഭിഭാഷകനായ വിശാൽ തിവാരിയാണ് ഹർജി നൽകിയത്. അസ്ട്രാസെനക്കയുടെ UK കോടതിയിലെ സത്യവാങ്മൂലത്തിന് പിന്നാലെയാണ് ഹർജി. ശ്യാം ദേവരാജ് തുടരുന്നുണ്ട്. ശ്യാം, വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കിയിരുന്ന ഒരു സംഭവമാണ്. വലിയ രീതിയിൽ പ്രചാരണം നടക്കുന്നുണ്ട്. ഈ വാക്സിന്റെ പാർശ്വഫലങ്ങൾ മരണത്തിനുൾപ്പെടെ കാരണമാകുന്ന തരത്തിൽ പ്രചാരണം ഉണ്ട്. അതിനൊന്നും ശാസ്ത്രീയമായ തെളിവുകൾ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ ഈ കോടതിയിലെ ഹർജിയിൽ, സുപ്രീം കോടതിയിലെ ഹർജിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഭൂരിഭാഗം ആളുകളും കോവാക്സിനും കോവിഷീൽഡുമാണ് എടുത്തിട്ടുള്ളതും എന്നുള്ളതും പ്രധാനമാണ്. ബിനിൽ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോവിഷീൽഡുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണമാണ്. കോവിഷീൽഡ് അസ്ട്രാസെനക്ക കഴിഞ്ഞ ദിവസം UK കോടതിയിൽ, ബ്രിട്ടനിലെ ഒരു കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു. അതിൽ അവർ സമ്മതിച്ചത് ഈ കോവിഷീൽഡിന് ചില പാർശ്വഫലങ്ങൾ ഉണ്ട് എന്നതാണ്, ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ട് എന്നാണ് അവർ സമ്മതിച്ചത്. ആ സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിന് ആധാരമായ രീതിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അഭിഭാഷകനായ വിശാൽ തിവാരിയാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോവിഡ് കാലഘട്ടത്തിൽ അസ്ട്രാസെനക്ക വികസിപ്പിച്ച ഈ വാക്സിൻ ഇന്ത്യയിലും നൽകിയിരുന്നു. ഇത് വിതരണം ചെയ്തിരുന്നു. ഇത് ഏതാണ്ട് 175 കോടി ഡോസ് ആണ് നൽകിയത്. ഏതാണ്ട് പകുതിയോളം, 90ഓളം കോടി ആളുകൾക്ക് ഇതിന്റെ ഡോസ് നൽകിയിരുന്നു. 175 കോടിയിലധികം ഡോസുകളാണ് ഇങ്ങനെ വിതരണം ചെയ്യപ്പെട്ടതും. ഈ കോവിഡ്-19 ശേഷം നിരവധിയായ ആളുകൾ ഹൃദയാഘാതം ഉൾപ്പെടെയുള്ളവ വരികയും കുഴഞ്ഞു വീഴുകയും പെട്ടെന്ന് മരണത്തിന് വിധേയപ്പെടുകയും ഒക്കെ ചെയ്തു. ഇതിൽ ഭൂരിപക്ഷവും യുവാക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച്, ഈ കോവിഷീൽഡ് വാക്സിൻ എടുത്ത ആളുകളെ സംബന്ധിച്ചൊരു ആരോഗ്യ ആശങ്കയുണ്ട്. ഈ ആശങ്ക പരിഹരിക്കാൻ ഒരു വിദഗ്ധ മെഡിക്കൽ സംഘത്തെ നിയോഗിക്കണം. ഇവർ ഇന്ത്യയിലെ പൂനെയിൽ പ്രവർത്തിക്കുന്ന സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ്. പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോവിഷീൽഡ് ഇന്ത്യയിൽ വിതരണം ചെയ്തിരുന്നത്. അപ്പോൾ അസ്ട്രാസെനക്കയുടെ കോവിഷീൽഡ് വാക്സിൻ നെതിരെ വ്യാപകമായ പ്രചരണം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി വന്നിരിക്കുന്നത്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.